ഹായ് നമസ്തേ. അമ്മൂസ് ഉടൻ ബോളിൽ ഇന്ന് നമ്മൾ ചക്കക്കുരു ചേർത്തിട്ടുള്ള ഒരു മുട്ടക്കറീനെ ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ നാളികേരമൊക്കെ വറുത്തരച്ച് ചേർത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. കുക്കറിലേക്ക് 30ഓളം ചക്കക്കുരു തൊലി കളഞ്ഞതിന് ശേഷം നെടുകെ മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിൻ്റെ മുടി വെയിറ്റോട് കൂടി തന്നെ ഇട്ടിട്ട് ഒരു 4 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇടാം. അതോടൊപ്പം തന്നെ മുട്ട പുഴുങ്ങാനായിട്ട് വെക്കുക. മുട്ട പുഴുങ്ങുമ്പോൾ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പുഴുങ്ങുകയാണെങ്കിൽ മുട്ടയുടെ തൊലി എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്കിനി മൂടി വെച്ചിട്ട് വേവിക്കാം. കുരുവിൻ്റെ 4 വിസിൽ വരുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആവി തന്നെത്താൻ പോയതിന് ശേഷം തുറന്നു നോക്കാം. അപ്പോൾ ഇതാ മുട്ട ഏകദേശം പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് ഇവ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 മുറിയോളം നാളികേരം ചെറിയത് ചേർത്ത് കൊടുക്കാം. ഒപ്പം കുറച്ച് കുഞ്ഞുള്ളിയും 2 വെളുത്തുള്ളിയും ചേർത്തിട്ട് നാളികേരത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടൊരു ഡാർക്ക് ബ്രൗൺ കളർ ആവണത് വരെ ഇളക്കി കൊടുക്കണം. ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇതിൽ ചേർത്തിട്ടുണ്ട്. നാളികേരം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ദാ ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 2/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതല്ലെങ്കിൽ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടി കരിയും. കുക്കറിൽ എയർ തന്നെത്താൻ പോയിട്ടുണ്ട്. ചക്കക്കുരു ഒക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിലിട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 സബോള നീളത്തിൽ അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 2 പച്ചമുളക് നെടുകെ കീറിയതും, കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കാം. ഇനി നമുക്ക് ഈ സബോള വെവണത് വരെ അത് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. ഇതിൽ വെള്ളം കുറവാണെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നാളികേരത്തിൻ്റെ ചൂടാറിയിട്ടുണ്ട്. അത് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഇത് വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച സബോളയൊക്കെ പാകത്തിന് ഇതിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്നി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇത് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുടെ തൊലി കളഞ്ഞതിന് ശേഷം ഇതിന് ചുറ്റും വരഞ്ഞു കൊടുക്കാം. ഇതിൽ മസാലയൊക്കെ എളുപ്പത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റോളം നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഗരം മസാലയുടെ ഫ്ലേവറൊക്കെ ഈ കറിയിലേക്ക് ആവാനായിട്ടാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 10ഓളം കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 വറ്റൽമുളക് സ്പ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം ഇത് മൂടി വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.